ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന DGPയുടെ ശുപാർശയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ശുപാർശ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച PV അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ശുപാർശ. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. സലീം, പറയൂ വിശദാംശങ്ങൾ. ADGP MR അജിത് കുമാറിനെതിരായ പരാതികൾ പോലീസിലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. അതിനിടയിലാണ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും വിജിലൻസ് തന്നെ അന്വേഷിക്കണം എന്നൊരു നിർദ്ദേശം DGP തന്നെ മുന്നോട്ട് വെച്ചത്. അത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ, ആഭ്യന്തര വകുപ്പിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ആ നിർദ്ദേശത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സീതാറാം യെച്ചൂരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഡൽഹിയിലായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തിരിച്ചെത്തി. അതിനു പിന്നാലെയാണ് ഇതിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നറിയാൻ കഴിഞ്ഞത്. അത് വിജിലൻസിലേക്ക് വിട്ടാൽ മറ്റു കാര്യങ്ങൾ മാത്രം, അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പട്ടിക മാത്രം പോലീസിന് പരിശോധിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. വിജിലൻസ് അന്വേഷിക്കുകയാണെങ്കിൽ അത് കവടിയാറിലെ വലിയ വീട്, ഒപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ വിഷയങ്ങൾ ആ നിലയിലെ പരിധിയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നിലവിൽ DGP മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. അതങ്ങനെ പോവുകയാണെങ്കിൽ വിജിലൻസിന്റെ ഒരു പ്രത്യേക സംഘവും ഒപ്പം പോലീസിന്റെ ഒരു പ്രത്യേക സംഘവും ADGP MR അജിത് കുമാറിനെതിരെ ഒരേ സമയം അന്വേഷണം നടത്തും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതിലും ഒരു സ്വാഭാവികതയുണ്ട്. കാരണം സംസ്ഥാനത്തെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ചുമതലയുള്ള ഒരു ADGPക്കെതിരെ ഒരേ സമയം വിജിലൻസിൻ്റെയും പോലീസിൻ്റെ വിഭാഗങ്ങൾ അന്വേഷണം നടത്തിയാൽ അത് വലിയ നിലയിൽ അതിൻ്റെ രാഷ്ട്രീയ മാനം ഉൾപ്പെടെ കൈവരികയും ചെയ്യും. അതിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നിർണായകം. പക്ഷേ ഈ ഘട്ടത്തിലൊക്കെയും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ നിലയിലേക്ക് തന്നെ ഇതും പോകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. SKN.